ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും സമർപ്പിതരും വിശ്വാസികൾ ഉൾപ്പെടെ നമ്മളിൽ പലരും ശുദ്ധീകരണ സ്ഥലത്തിൽ കൂടുതൽ കാലം കിടക്കാൻ കാരണമാകുന്ന കുറ്റം ഏതാണെന്നറിയാവോ? ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും എല്ലാം വേണ്ടിയാണ്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ എല്ലാവർക്കും സുപരിചിതമാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനം, മരണം, ഉത്ഥാനം എന്നിവ അതിമനോഹരമായിട്ട് ഈ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, അടിസ്ഥാനമായ ചില മതബോധനവും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സിനിമയിൽ മനോഹരവും വികാരനിർഭരവുമായ ഒരു രംഗമുണ്ട്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ മറിയം മഗ്ദലേനയും ഈശോയെ അതിക്രൂരമായിട്ട് ചമ്മട്ടികൾ കൊണ്ട് അടിച്ച പീലാത്തോസിന്റെ കൽത്തളത്തിലെ തളം കെട്ടിക്കിടക്കുന്ന ആ തിരുരക്തം ഒരു വെളുത്ത തുവാല കൊണ്ട് തുടച്ചെടുക്കുന്നു. ഒരു നിമിഷം നമ്മൾ സ്നേഹപൂർവ്വം അത് കാണുന്നവർക്ക് ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വരും. ഈ രംഗം ഒരു മതബോധനം എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രംഗം കാണുമ്പോൾ തൻ്റെ പുത്രൻ്റെ പീഡകളിൽ ഏറെ വേദനിക്കുന്ന ഒരമ്മയുടെയും ഒരു നല്ല സുഹൃത്തിൻ്റെയും ഒരു സാധാരണ പ്രവൃത്തിയാണെന്ന് ആദ്യ കാഴ്ചയിൽ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ രംഗത്തിനുള്ളിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും എത്ര വിലപ്പെട്ടതാണ് എന്ന ആ വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇക്കാലത്ത് നമ്മളിൽ പലരും മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈശോയുടെ ശരീരമാണ് സ്വീകരിക്കുന്നത് എന്ന യഥാർത്ഥ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയെ കൈകാര്യം ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അനുദിനം നടക്കുന്ന ഒരു സാധാരണ പ്രവൃത്തി മാത്രമായി ദിവ്യകാരുണ്യ സ്വീകരണം മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മളിൽ നിന്ന് ഈശോയുടെ തിരുശരീരത്തിനും തിരുരക്തത്തിനും എതിരെ അറിയാതെ പോലും ഒരു അനാദരവ് സംഭവിക്കരുത് എന്ന് ഈ രംഗം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗതമായി പരിശുദ്ധ കുർബാന വിതരണം ചെയ്യാൻ അനുവദിക്കപ്പെട്ടവർ ദിവ്യകാരുണ്യം നൽകുമ്പോൾ തങ്ങളുടെ കൈകളാൽ ഈശോയുടെ തിരുശരീരത്തിൻ്റെ ഒരു ചെറു തരി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതീവ ശ്രദ്ധയോടെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്. ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു ചെറു തരിയിൽ പോലും ഈശോയുടെ പരിപൂർണ സാന്നിധ്യം കുടികൊള്ളുന്നു എന്ന ബോധ്യമാണ്, അല്ലെങ്കിൽ ഈശോ തന്നെ ആ ചെറു തരിയിൽ പോലും ഉണ്ട് എന്ന ബോധ്യമാണ് ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇതുതന്നെയാണ് ഇതുവരെ മാറ്റിയിട്ടില്ലാത്ത പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമ്പരാഗത പ്രബോധനവും. ഈശോയുടെ തിരുശരീരത്തിൻ്റെ ഒരു തരി പോലും നിലത്ത് വീണു പോകാതിരിക്കാൻ പ്രത്യേക തിരുപാത്രങ്ങൾ തന്നെ പരമ്പരാഗതമായി നാം ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ തിരുപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദൈവാലയ ശുശ്രൂഷികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന നല്ല പാരമ്പര്യവും നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് നിലത്ത് വീണു പോയേക്കാവുന്ന പരിശുദ്ധ കുർബാനയിലെ ഒരു ചെറുതരി പോലും സംരക്ഷിക്കപ്പെട്ടിരുന്നു. ദിവ്യകാരുണ്യ വിതരണ സമയത്ത് അറിയാതെ നിലത്ത് വീണു പോകുന്ന ദിവ്യകാരുണ്യം അതിപൂജ്യമായി അടക്കം ചെയ്യുകയും പരിശുദ്ധ കുർബാന വീണ തറയിലെ ആ ഭാഗത്തെ പരിശുദ്ധ കുർബാനയുടെ ചെറുതരികൾ വരെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷ്മതയോടെ തുടച്ചെടുക്കുകയും ആ സ്ഥലം കഴുകുകയും ആ ഭാഗം മറ്റാരും ചവിട്ടാതിരിക്കാൻ തിരുശീല കൊണ്ട് മൂടിയിടുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഇതെല്ലാം പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ കൂടുതൽ ശ്രദ്ധാപൂർവം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരു കാലത്ത് അങ്ങനെ സഹായിച്ചിരുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ
ഈ പാരമ്പര്യങ്ങൾക്ക് എവിടെയൊക്കെയോ കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വേദനാജനകമായ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന ഈശോയുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അവബോധം നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് പുരോഹിതർക്കും സമർപ്പിതർക്കും വിശ്വാസികൾക്കും എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഇത്ര ലാഘവത്തോടെ ദിവ്യകാരുണ്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ്. അസീസിയിലെ എളിയ മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് ഒരു പുരോഹിതനായിരുന്നില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ നിത്യം ഡീക്കനായി തുടർന്നു. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം കർദിനാളന്മാരുടെ തലവൻ തന്നെ അദ്ദേഹത്തോട് പൗരോഹിത്യം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു, നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എളിമയോടെ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി കൊടുത്തു. അതിങ്ങനെയാണ്: തിരുപ്പട്ടം സ്വീകരിച്ചാൽ അനുദിനം ദിവ്യബലി അർപ്പണത്തിൽ ഈശോയുടെ തിരുശരീരത്തെയും തിരുരക്തത്തെയും കൈകാര്യം ചെയ്യേണ്ടി വരും. ഈശോയുടെ തിരുശരീരത്തെ കൈകൊണ്ട് സ്പർശിക്കാൻ ഈ അയോഗ്യ പാപിയുടെ കരങ്ങൾക്ക് യോഗ്യതയില്ല. അതിനാൽ ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നില്ല. എത്ര ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു മറുപടിയായിരുന്നു. അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിക്കാതിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയ ബോധ്യം കൊണ്ടായിരുന്നു. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുശരീരത്തെ കൈകൊണ്ട് സ്പർശിക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നിട്ടും എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ സാധാരണ വിശ്വാസികൾ കൈനീട്ടി ദിവ്യകാരുണ്യത്തെ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത്. പണ്ടൊക്കെ മുട്ടുകുത്തി നാവ് നീട്ടി എത്ര ഭയഭക്തിയോടെയായിരുന്നു നമ്മുടെ പൂർവികർ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ചിരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികളിൽ പോലും ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി വർദ്ധിക്കാൻ അതൊരു കാരണമാകുമായിരുന്നു, അത് ഇടവരുത്തുമായിരുന്നു. മുട്ടുകുത്തി നാവ് നീട്ടി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഒരു തലമുറ ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അങ്ങനെ ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു. ഒരു പക്ഷേ നമ്മുടെ മെത്രാന്മാരും വൈദികരും ഡീക്കന്മാരും സമർപ്പിതരും വിശ്വാസികളും ഉൾപ്പെടെ നമ്മളിൽ പലരും ശുദ്ധീകരണ സ്ഥലത്തിൽ ദീർഘകാലം കിടക്കാൻ കാരണമാകുന്ന കുറ്റം ദിവ്യകാരുണ്യത്തെ ബഹുമാനമില്ലാതെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നതായിരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെയും ലോകം മുഴുവനുള്ള സകല ക്രിസ്ത്യാനികളുടെയും അശ്രദ്ധയാൽ നിന്ദിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും നിലത്ത് വീണ് ചവിട്ടപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ മൗണ്ട് ഹെസദിലെ വിശുദ്ധ കുരിശിൻ്റെ ഏകാന്ത സന്യാസി.